PC ജോർജ് സാർ ഉയർത്തിവിട്ട വിവാദത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്നെങ്കിൽ PC ജോർജിനെ അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും അദ്ദേഹം പറഞ്ഞ തെറ്റായ കണക്കുകളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ആ പോയിന്റുകളെ മുഴുവൻ നിരാകരിക്കുന്ന ഒരു വിഭാഗം, നേരെ മറിച്ച് അദ്ദേഹത്തെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം, അദ്ദേഹം പറഞ്ഞത് തെറ്റായ കണക്കാണെന്ന് അറിഞ്ഞിട്ടുകൂടി അദ്ദേഹത്തെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം. ഇതിന്റെ സത്യം ഇതിന്റെ നടുക്ക് എവിടെയോ ആണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതിനെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഉദാഹരണം വെച്ച് ഞാൻ പറയാം. മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ രണ്ട് ഏറ്റവും വലിയ താരങ്ങളാണ്. മമ്മൂക്കയുടെ ആരാധകനാണ് ഞാൻ, മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഭക്തനാണ് ഞാൻ. പക്ഷേ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കുടുംബങ്ങൾ നോക്കൂ, അവരെ എല്ലാം വ്യക്തിപരമായി അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാരെ വ്യക്തിപരമായി അറിയാം. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മകൻ ദുൽഖർ വിവാഹം കഴിച്ചു, കുട്ടിയുണ്ടായി. മമ്മൂട്ടി സാറിന്റെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മകള് കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി. ലാലേട്ടന്റെ മക്കൾ രണ്ടുപേരും പ്രഗത്ഭരാണ്. പക്ഷേ പ്രണവ് 30കളിലേക്ക് എത്തി, മകൾ 30കളിലേക്ക് എത്തി. രണ്ടുപേരും വിവാഹം കഴിച്ചില്ല, മക്കളുണ്ടായിട്ടില്ല, കുടുംബ സംവിധാനമായിട്ടില്ല, ഫാമിലിയായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലേറ്റ് മാരേജസ് വരുമ്പോൾ എന്ത് പറ്റും? ഇനിയും ദുൽഖറിന്റെ മകന് കല്യാണം കഴിക്കാൻ പ്രായമാകുമ്പോഴത്തേക്കും ഒരുപക്ഷെ പ്രണവ് നാളെ കല്യാണം കഴിക്കുമ്പോൾ പ്രണവിനെ വിട്ട് സ്കൂളിൽ മാത്രമായിരിക്കും. അപ്പം പ്രണവിന്റെ കുട്ടിയുടെ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോഴോ ജനിക്കുമ്പോഴോ ഒക്കെ ദുൽഖറിന്റെ മകന്റെ മകൻ കല്യാണത്തിന്റെ പ്രായത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടാകും. ഇപ്പം യഥാർത്ഥത്തിൽ കുറച്ച് ഏർലി മാരേജസ് വേണം. ഹിന്ദു സമൂഹത്തിന് ഈ ഫാമിലി ഓറിയന്റേഷൻ പലപ്പോഴും ഇല്ല. അത് പ്രണവിനെയും ലാലേട്ടൻ്റെ കുടുംബത്തെയും വെച്ച് പറയുന്നു എന്നുള്ളത് ആർക്കുമില്ല, എനിക്കുമില്ലായിരുന്നു. എൻ്റെ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കാൻ തന്നെ കുറച്ച് ലേറ്റായി. കല്യാണം കഴിച്ചിട്ട് 7 വർഷം കഴിഞ്ഞാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇനി മക്കളുണ്ടാകണോ, കുട്ടികളുണ്ടായാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, സാമ്പത്തിക പരാധീനതയല്ലേ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ മകൻ യാഗാണ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആണത് എന്ന്. ഇപ്പം രണ്ടാമത്തെ ഒരു കുട്ടി കൂടിയുണ്ട്. ഇപ്പം യഥാർത്ഥത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ഓറിയന്റേഷൻ നമ്മൾ ഹിന്ദുക്കൾക്ക് പലപ്പോഴും കിട്ടുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഡേറ്റ കൂടെ വെച്ചാണ്. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 1.1 to 1.3 ആണ്. ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 1.6 to 1.8 ആണ്. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 2.5 to 2.7 ആണ്. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിക്കുന്ന കണക്ക്. ഒരു അമ്മയുടെ ഉമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികളുടെ കണക്കിനെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാ സമൂഹങ്ങൾക്കും 2.1 അല്ലെങ്കിൽ 2 എന്ന ഫെർട്ടിലിറ്റി റേറ്റ് വേണം. ഇത് രാഹുൽ ഈശ്വറിന്റെ കണക്കല്ല, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കം സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന്. ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഞാൻ ഡൽഹിയിൽ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളത്, ക്ഷമിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് ഇല്ലാത്തതാണ് പ്രശ്നം. ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഉള്ളിൽ വെച്ച് അത് മറച്ചു വെച്ച്, കാര്യം ഇത് ലൈംഗികത, കുട്ടി, ട്രോൾ ചെയ്യപ്പെടാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അതിൻ്റെ പുറത്തൊരു വിദ്വേഷവും വർഗീയതയും വരുമ്പോഴാണ് ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. യഥാർത്ഥത്തിൽ പരസ്പര സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയങ്ങളുടെ ബേസിൽ എല്ലാ സമൂഹങ്ങൾക്കും നമുക്കൊരു പോസിറ്റീവ് ഫെർട്ടിലിറ്റി റേറ്റ് വേണം. 2.1 എന്ന ഫെർട്ടിലിറ്റി റേറ്റ് വേണം. മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കുതിര കയറിയല്ല നമുക്ക് വേണ്ടത്. പകരം ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇത്തരം വിഷയങ്ങളിൽ തിരിച്ചറിയാം. ക്രിസ്ത്യൻ സമൂഹത്തിനും ഈ പ്രശ്നമുണ്ട്. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പോസിറ്റീവായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഈ വിഷയം വളരെ സെൻസിറ്റീവാണ്. രാഹുൽ ഈശ്വർ അല്ലാതെ മറ്റൊരാൾ പോലും കേരളത്തിൽ ഇത് പറയുന്ന ആരും കേട്ട് കാണില്ല. എൻ്റെ കാര്യം ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്കടക്കം ഈ വിഷയം പറയാൻ പേടിയാണ്. അവരെ ട്രോൾ ചെയ്യുമോ, എന്നാൽ നിങ്ങൾക്ക് കിട്ടിക്കൂടെ, നിങ്ങൾക്ക് കുട്ടികളില്ലേ, ലൈംഗികത നിനക്ക് അതില്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ സാധനങ്ങൾ വരും. അങ്ങനെയല്ല, ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഇത് പലപ്പോഴും വേണം, അല്ലെങ്കിൽ ഇത് പലപ്പോഴും പറയണം നമ്മൾ, എന്നാൽ മാത്രമേ ഈ വിഷയങ്ങൾ സോൾവ് ആവും. അപ്പോൾ ഇത്തരം വിഷയങ്ങളും കൂടെ ആഴത്തിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളും നിലനിൽക്കണം, കുടുംബങ്ങളും വരുന്ന തലമുറകളും നിലനിൽക്കണം. അതിന് കല്യാണം വേണം, കുടുംബങ്ങൾ വേണം, കുട്ടികൾ വേണം, ഒരു ഫാമിലി ഓറിയന്റേഷൻ വേണം. അവിടെയാണ് ഇത്തരം ഉദാഹരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അങ്ങനെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരു പോസിറ്റീവ് ഫാമിലി ഓറിയന്റേഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്വേഷമില്ലാതെ സ്നേഹവും സാഹോദര്യവുമുള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.